പ്രൈസല്ലോ സർവ കൃപാലുവാകുന്ന ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം. അസംബ്ലീസ് ഓഫ് ഗോഡ് പുനലൂർ വെസ്റ്റ് ഡിസ്ട്രിക്റ്റിൻ്റെ സെഷൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ കൺവെൻഷനിൽ വന്ന് പങ്കുകൊള്ളാൻ പ്രഥമ രാത്രിയിൽ തിരുവചനം പ്രസംഗിക്കുവാൻ എളിയവനായ എനിക്കും ഒരു അവസരം സംജാതമായതിൽ എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. ഇന്നത്തെ ആദരണീയനായ അധ്യക്ഷൻ പാസ്റ്റർ കെ എം ജോസഫ് അവറുകൾ, സെക്ഷൻ സെക്രട്ടറി, യോഗം പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യുകയും മനോഹരമായ ഒരു ആമുഖ സന്ദേശം പറയുകയും ചെയ്ത കർത്താവിൽ പ്രസിദ്ധനായ ഡോക്ടർ പ്രിൻസ് സാറ്, സെഷൻ്റെ അനുഗ്രഹീതനായ ട്രഷറർ പ്രിയ ഫിലിപ്പ് സാം പാസ്റ്റർ, സെക്ഷൻ കമ്മിറ്റി അംഗങ്ങളായ ബ്രദർ ജെയിംസ് ഊട്ടി അങ്കിൾ, പ്രിയപ്പെട്ട ബ്രദർ എം എ ഷാബു, സെഷൻ കമ്മിറ്റി അംഗം, പാട്ടുപാടുന്ന സഹോദരങ്ങൾ, ഈ സെക്ഷനിലെ വിവിധ ഇടങ്ങളിൽ കർത്തവ്യം ചെയ്യുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുനാമത്തിൽ വന്ദനങ്ങൾ. ഇതര മുഖവുരകൾ വിശദീകരണങ്ങൾ കൂടാതെ വേഗം തന്നെ വചന ശുശ്രൂഷയിലേക്ക് കടക്കാൻ പ്രാർത്ഥനയോടെ ഇവിടെ നിൽക്കുന്നു. നമുക്കിന്ന് വായിക്കേണ്ട തിരുവെഴുത്ത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18, 19, 20 വാക്യങ്ങളാണ്. വളരെ പരിചിതങ്ങളായ ആ വചനങ്ങളെ സൗകര്യപ്പെടുമെങ്കിൽ ഉച്ചഭാഷണിലൂടെ വായിച്ച് നമുക്ക് കേൾക്കാം. യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. മതി. ഞാൻ വരുമ്പോൾ ഉണർവിനെ കുറിച്ചുള്ള ഒരു സന്ദേശമാണ് ദൈവദാസൻ വളരെ ലളിതമായി സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈ കൂട്ടായ്മയിൽ ഏതാണ്ട് എല്ലാവരും തന്നെ സുവിശേഷ അധിഷ്ഠിതമായ രക്ഷാകരണ പദ്ധതി ഉൾക്കൊണ്ട് നിമജ്ജന സ്നാനമേറ്റ് ആത്മനിറവിൻ ജീവിതം നയിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം യോഗങ്ങൾ സുവിശേഷ യോഗം എന്നതിൽ നിന്ന് വിഭിന്നമായി സുവിശേഷീകരണത്തിനും പ്രാർത്ഥനയ്ക്കും ഉണർവിലേക്കും ജനത്തെ നയിക്കുക എന്ന ഒരു ലക്ഷ്യം ഇതിനുണ്ട്. സെൻട്രൽ സെക്ഷൻ അടിസ്ഥാനത്തിലൊക്കെയുള്ള യോഗങ്ങളും ജനറൽ കൺവെൻഷനുകളും ഒക്കെ ആ രൂപത്തിലാണ് അതിൻ്റെ സന്ദേശത്തെ സജ്ജമാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വായനാ ഭാഗത്തിന് വലിയ ഒരു പ്രസക്തി ഉണ്ട്. അതിലേക്ക് ഞാൻ നേരെ കിടക്കുകയാണ്. വളരെ കുറച്ചു കാലം മാത്രം ഇഹലോകത്തിൽ ജീവിച്ചിരിക്കുകയും വളരെ കുറച്ചു കാലം മാത്രം പ്രസംഗിക്കുകയും ആ പ്രസംഗങ്ങളുടെ എണ്ണമെടുത്താൽ പോലും തീരെ കുറവ് അങ്ങനെ പ്രസംഗിച്ച ഒരു വ്യക്തിത്വമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. കുറെ കൂടി അതിനെ ലഘൂകരിച്ച് പറഞ്ഞാൽ യേശുവിൻ്റെ ഇഹലോക ജീവിതത്തിലെ
ജീവിത കാലയളവ് നമ്മളറിയുന്ന പോലെ പഠിച്ചതുപോലെ ഏകദേശം 33.5 വയസ്സ്. ആ 33.5 വയസ്സിനുള്ളിൽ യേശുവിൻ്റെ പൊതു ശുശ്രൂഷയുടെ കാലം 30 മുതലുള്ള 3.5 കൊല്ലങ്ങളാണ്. ആ 3.5 കൊല്ലങ്ങളിൽ യേശു പ്രസംഗിച്ചത് വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പാസ്റ്റർമാരായ ഞങ്ങളൊക്കെ അതിലും എത്രയോ എണ്ണം പ്രസംഗങ്ങൾ നടത്തിയിരിക്കുന്നു. ആയിരക്കണക്കിനൊക്കെ എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിധത്തിൽ പ്രസംഗിച്ചവരുണ്ട്. കർത്താവ് അത്രയൊന്നും പ്രസംഗിച്ചില്ല. പ്രസംഗിക്കാൻ യേശു ഉപയോഗിച്ച ഭാഷ ഒരു പ്രാദേശിക ഭേദ്യം എന്ന് പറയാവുന്ന അരമൈക്കാണ്. അധികം പോപ്പുലർ അല്ലാത്ത ഒരു ഭാഷ. പാലസ്തീനിയായുടെ അന്നത്തെ പാലസ്തീനിയായുടെ 120ഓളം മൈല് ആ ചുറ്റളവിന് പുറത്ത് പ്രസംഗിച്ചുമില്ല, പോയില്ല. വിദേശയാത്ര യേശു നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചെറുപ്പത്തിലാണ്, ഈജിപ്തിൽ. അപ്പോൾ നമ്മളെപ്പോലെ വിദേശയാത്ര നടത്തിയിട്ടില്ല, നമ്മളെപ്പോലെ ഒത്തിരി ഭാഷകളിൽ സംസാരിച്ചിട്ടില്ല, നമ്മെപ്പോലെ എണ്ണത്തിലും പ്രസംഗ കാലയളവിലും വളരെ കുറവ്. യേശു ഒരിക്കൽ പോലും ഒരു പാട്ട് എഴുതിയിട്ടില്ല. ഇവിടെ നമുക്ക് 800 പാട്ടുള്ളൊരു പുസ്തകമാണ് സാറ് പറഞ്ഞത്. ഞാനത് കേട്ടപ്പോൾ ഓർത്തു അതൊക്കെ ഒന്ന് പാടി തീർക്കാനുള്ള ആയുസ് നമുക്കിനിയും കിട്ടുമെന്നുള്ളതാണ്. എൻ്റെ 150 രൂപ ഒരു നഷ്ടമല്ല. മരണം വരെ പാടാനും മരണം കഴിഞ്ഞ് കുട്ടികൾക്ക് പാടാനും ഉള്ളതുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ യേശു ഒരു പാട്ട് എഴുതിയിട്ടില്ല, ഒരു പുസ്തകം എഴുതിയിട്ടില്ല, സ്വന്തം നിലയിൽ ഒരു ജീവചരിത്രക്കുറിപ്പ് എഴുതിയിട്ടില്ല. ഇതൊന്നും ചെയ്യാത്തവൻ. ഒരു ഹെഡ് ക്വാർട്ടർ ഉണ്ടാക്കിയില്ല. മാത്രമല്ല, നമ്മുടെ കർത്താവ് പിരിയുന്നത് ഒരനവസരത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. മാനുഷിക രീതിയിൽ, ദൈവികമായിട്ട് അങ്ങനല്ല. എന്താ അനവസരത്തിൽ എന്ന് ഞാൻ പറഞ്ഞത്? നമ്മളൊരു പാസ്റ്ററെ സ്ഥലം മാറ്റണമെങ്കിൽ അനവസരത്തിലാകരുത്, ചർച്ച് ഡിസോർഡർ ആവും. അദ്ദേഹം കൊണ്ടുവന്നൊരു പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒരു ദർശനം അദ്ദേഹത്തിനുണ്ടാകും. അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത ആളിന് വന്നത് തുടരാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത ആളിൻ്റെ ദർശനം അതായിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട്, അദ്ദേഹം പോകേണ്ട ഒരു സമയത്തല്ല പോയത്, തിരിച്ചുകൊണ്ട് പോകേണ്ട സമയത്ത് പോകാത്തവരുമുണ്ട്. അപ്പം അതുകൊണ്ട് കർത്താവ് പോയത് വേണമെങ്കിലൊരു അനവസരത്തിലെന്ന് പറയാം. കാരണം ട്രഷറിയിൽ ഉള്ള ക്യാഷുമായിട്ട് യൂദ പോയി, ക്യാഷില്ല. ഒത്തുകൂടുന്നതാകട്ടെ മാർക്കോസിൻ്റേതെന്ന് കരുതുന്ന ഒരു മാളിക മുറി. അത് സ്വന്തമല്ല, അവിടെ നിന്ന് കൂടാം, ആ വീട്ടുകാർ ഫുഡൊക്കെ തരും, നല്ല ഉദാരതയുള്ളൊരു വീട്. അതാണ് ആകെയുള്ളൊരാശ്വാസം. പക്ഷെ അതൊരു സംഘടനയ്ക്ക് അത് മതിയോ? ഈ സംഘടനയ്ക്ക് കൂടിയിരിക്കാൻ ആളുകൾക്ക് വന്നുകൂടാനൊരു സ്ഥലമില്ല. ഇങ്ങനെ കൂടിയാൽ തന്നെ ഇരുന്ന് പാടാനൊരു പാട്ടില്ല. എന്ത് ചെയ്യണമെന്നൊരു ഗൈഡ് ലൈൻസും യേശു പ്രസിദ്ധം ചെയ്തില്ല. അപ്പം ന്യായമായിട്ട് ഉയരാവുന്നൊരു ചോദ്യം, എന്ത് ചെയ്യും? അതൊരു ചോദ്യമാണ്. നമുക്കിത്രയൊക്കെ ഉണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്, നമ്മുടെ രീതികളെല്ലാം സിസ്റ്റമാറ്റിക്കാണ്. ഇവർക്കതൊന്നുമില്ല. ഇനി ആരാണെന്ന് അറിയണ്ടേ? ഇതിനൊരു നെടുനായകത്വം വഹിക്കേണ്ടത് പത്രോസാണ്. അദ്ദേഹം ഒരു പാതി പിന്മാറ്റത്തിൽ നിൽക്കുക. നല്ലൊരു ആവേശത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന് പിന്മാറ്റത്തിലേക്ക് ഇടിഞ്ഞു പത്രോസ്. ബാക്കി മനുഷ്യരെക്കുറിച്ചൊന്നും കാര്യമായൊരറിവില്ല. ഹെഡ് ക്വാർട്ടറില്ല, സീലില്ല, ലെറ്റർ ഹെഡില്ല. സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു കാര്യവും ചെയ്യാൻ അറിവുള്ള പ്രാപ്തരായ ഒരാളുമില്ല. ഒരാൾ വന്നതാണ് സത്യത്തിൽ എടുക്കേണ്ടതായിരുന്നു, നിക്കോദിമോസ്. കാരണം ആള് അക്കാലഘട്ടത്തിലൊരു ബാരിസ്റ്ററാണ്.
ലോ അറിയാവുന്ന ആളാണ്. അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഒത്തിരി കാര്യം നല്ലതാണ്. അദ്ദേഹത്തെ എടുത്തില്ല. നമ്മളാണെങ്കിൽ ബാക്കി 12 പേരെയും കളഞ്ഞിട്ട് അദ്ദേഹത്തെ നിർത്തും. ആ നിലയിൽ ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ ലീഡറാകുന്ന. ബാരിസ്റ്ററെ ഉൾപ്പെടുത്തി ഒരു സംഘടന കൊണ്ടുപോകണം. കാരണം അദ്ദേഹം ഇതിൻ്റെ വരവും ചെലവും കണക്കും ഇതെല്ലാം കറക്റ്റായിട്ട് ഓഡിറ്റ് ചെയ്യും. ഇതിപ്പോൾ ആരെ ഏൽപ്പിക്കും? ചിലർക്ക് തോന്നുന്നുണ്ട് മത്തായി ഏൽപ്പിക്കേണ്ടിയിരുന്നു. കാരണം അത്യാവശ്യം ഈ അക്കൗണ്ടൻസിയൊക്കെ കൈകാര്യം ചെയ്ത് ശീലമുണ്ട്. കാരണം ചുങ്കം പിരിക്കുന്ന ആളാണ്. അത് ഏൽപ്പിച്ചില്ല. ഏൽപ്പിച്ചത് യൂദാസിനെയാണ്. അയാളൊരു ദൗർബല്യം പറയുന്നുണ്ട്. എപ്പോഴും പണത്തിൻ്റെ ആവശ്യകത പറഞ്ഞുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ ആവശ്യത്തിന് എടുക്കും. അത് വിനിയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പറയും സാധുക്കൾ ഇവിടെ ഉണ്ട്. അപ്പം സാധുക്കളുടെ പേരിലാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരാളാണെന്ന് അറിഞ്ഞിട്ടും അവനെ തന്നെ ഏൽപ്പിച്ചു. എന്തൊരു ഏർപ്പാടാണ് ഇതല്ലേ! ഇത് ഞാൻ പറഞ്ഞ ഡിസോർഡർ മാനുഷികമായിട്ട്. ഈ ചെറിയ സമൂഹത്തെ കണ്ട് പണ്ഡിതന്മാരായ ക്രമീകൃതമായ യഹൂദ സമൂഹം, അതിനുള്ളിലാണെന്ന് ഓർക്കണം. ജൂത സമൂഹം എത്ര സിസ്റ്റമാറ്റിക്കാണ്, എത്ര ചിട്ടയുള്ളതാണ്. ആ ചിട്ടയുള്ള അച്ചടക്കമുള്ള ജൂത സമൂഹം അവർ അധിവസിക്കുന്ന റോമില. റോം മുമ്പേ പറഞ്ഞതുപോലെ വളരെ സുപ്രധാനമായ ലീഗലൈസ് ചെയ്ത നിബന്ധനകൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന രാജ്യ. ചക്രവർത്തി ഉണ്ട്. ചക്രവർത്തി ഉള്ളപ്പോൾ തന്നെ കോടതി എന്ന ഒരു സംവിധാനം തന്നെ ലോകത്ത് സുസജ്ജമാക്കിയ ഒരു നാടാ. തൊട്ടടുത്ത് ഉള്ള കോടതി ഒരുപക്ഷെ പുനലൂരാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ കൊല്ലമോ എവിടെയാകട്ടെ. ഈ കോടതിയിലെ ഭാഷ, അതിലെ പല ടേംസും ടെക്നിക്കൽ വേർഡ്സും പണ്ട് റോമിൽ ഉപയോഗിച്ച അതേ ഭാഷയാണ്. നമ്മളിൽ ഒരാളെ കാണാതെ പോയ ആളിനെ നമുക്ക് കിട്ടാൻ വേണ്ടി ഒരു ഹർജി കൊടുക്കണം പോലീസിന്, കോടതിക്ക്. അപ്പം കോടതി ഒരു ഓർഡർ ഇടും. ആ കേസിന് നമ്മൾ പറയും ഹേബിയസ് കോർപ്പസ്. ഇത് ലാറ്റിൻ വേർഡാണ്, റോമക്കാരൻ്റെ ഭാഷയാണ്. ജുഡീഷ്യറി അത് റോമക്കാരൻ്റെയാണ്. അപ്പോൾ കോടതിയിൽ ഉപയോഗിക്കുന്ന, ഇന്നുവരെ ഉപയോഗിക്കുന്ന പദങ്ങളിൽ 90% ഇങ്ങനെയാണ്. അങ്ങനെയുള്ള റോം, ചിട്ടയുള്ള പട്ടാളക്കാർ, അതിന് ഇരുവായ്ത്തല മൂർച്ചയുള്ള വാളെന്നുള്ള പ്രയോഗമൊക്കെ ആ റോമൻ പടയാളിയുടെ ഒരുക്കത്തോടൊക്കെ ബന്ധപ്പെട്ട ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള റോമൻ സാമ്രാജ്യം. ഇപ്പുറത്ത് വളരെ ക്രമീകൃതമായി പോകുന്ന യഹൂദമതം. ഈ രണ്ട് സംവിധാനം, അവിടുത്തെ പൊളിറ്റിക്സ് വളരെ പഞ്ചുലാണ്, റിലീജിയനും വളരെ കൃത്യമാണ്. ഇതിനിടയിൽ അസംഘടിതരായ, അല്ലെങ്കിൽ ഒരു ക്രമം പറയാനില്ലാത്ത ഒരുപറ്റം മനുഷ്യരുടെ അസാധാരണം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒത്തുചേരൽ. ഇവരെന്ത് കണ്ടുവന്നോ? എന്തിനാണ് അവർ കൂടിയത്? അവരുടെ ഒരു പ്രത്യേകത, അവർ സകലതും ത്യജിച്ചു വന്നവരാണ്. ത്യജിച്ചു. ചെറിയ പിന്മാറ്റങ്ങളും പരിമിതികളും അവർക്കുണ്ടെങ്കിലും ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ സകലതും വിട്ട് അനുഗമിക്കണം എന്ന് പറഞ്ഞ ആ ഗുരുവിൻ്റെ വാക്ക് കേട്ട് വന്നവരാ. അപ്പോൾ സ്വന്തം അവർക്കൊന്നുമില്ല. അവരുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ടതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവുക. ദുരിതം നിറഞ്ഞത് അവരുടെ ജീവിതം. അവർ ഭാഷാ പണ്ഡിതന്മാരല്ല. അത്യാവശ്യം ആശയവിനിമയത്തിനപ്പുറത്തേക്ക് അറിവൊന്നും അവർക്കില്ല. എന്തിന്? യേശു ഒരു പ്രസംഗം പറഞ്ഞാൽ പോലും അതിൻ്റെ പൊരുൾ തിരിച്ചെടുക്കാൻ വേണ്ട അറിവ് അവർക്കില്ല. ഒരു നല്ല ഓഡിയൻസ് അല്ല, നല്ല വിദ്യാർത്ഥികളല്ല. അതാ ഒരു വിഷയം. ഒരു തെളിവ് അതിന് തരാം. നല്ലൊരു ക്ലാസ്സാണ് കർത്താവ് പഠിപ്പിച്ചത്. അതിനിടയിൽ പറഞ്ഞു, സദൂക്യരുടെ പുളിച്ച മാവ് നിങ്ങൾ സൂക്ഷിക്കണം. പത്രോസ് അടുത്തിരുന്ന അന്ത്രയോസിനെ തട്ടിട്ട് പറഞ്ഞു, നമ്മുടെ ചപ്പാത്തി പാളിയിട്ടുണ്ട്. അതാ ഗുരു പറഞ്ഞേ. ആ രൂപത്തിലൊക്കെ പറയുന്ന കുറേ മനുഷ്യർ. ഇത്രയും ദുർബലരുന്ന നമ്മുടെ തുടക്കം. പക്ഷെ മറുവശം നിരാശപ്പെടേണ്ട കഥയല്ല. ഒരു പാട്ടും എഴുതിയിട്ടില്ലാത്തവനെ കുറിച്ചാണ് ലോകത്തേറ്റവും അധികം പാട്ട്. ഇനി പിറക്കാനിരിക്കുന്നതും അവനെക്കുറിച്ചാണ്. ആ കാര്യം ഉറപ്പിച്ച്
അടുപ്പിച്ച് നമ്മൾ പോയാൽ മതി. ഏറ്റവും അധികം പാടിയത് അവനെക്കുറിച്ചാണ്. നമുക്ക് മറ്റൊന്നുകൂടി പറയാം. അവസാന നിമിഷത്തിലും അങ്ങയെക്കുറിച്ച് പാടി 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 പാടി, അല്ലെങ്കിൽ ആരോ പാടുന്നത് കേട്ട് 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 നിത്യതയിലേക്ക് ലയിച്ചു ചേരാൻ കഴിയത്തക്ക വിധം എൻ്റെ ജീവിതം ഭക്തൻ്റെ ജീവിതം പോലെ ആക്കണമേ. അപ്പോൾ നമുക്ക് മരണം വരെ പിടിച്ചു നിൽക്കാൻ വേണ്ട ഉന്മേഷം, അധിഷ്ഠിതമായ ചിന്തകളുടെ സമ്പന്നത കൊണ്ട് എത്രയോ പാട്ടുകൾ, മനുഷ്യൻ ഉപയോഗിക്കുന്ന സകല ഭാഷകളിലും ആ പാട്ടുകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുക. പാട്ട് മാത്രമല്ല, ലോകത്തേറ്റവും അധികം കൃതികൾ രൂപപ്പെട്ടതും അങ്ങനെയാ, പ്രസംഗം രൂപപ്പെട്ടതും അങ്ങനെയാ. ഒരു പ്രസംഗവും യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അന്തർലീനമായ വാക്കുകൾ ഓരോ പ്രസംഗത്തിലും കേൾക്കുമ്പോൾ ഉള്ളടക്കം യേശുവെങ്കിൽ അത് തരുന്ന ചൈതന്യം എത്ര വലുതാണ്. ഹല്ലേലൂയ. ഞാനതിന് ഒരു ഉദാഹരണം പറയാം. ചിലപ്പോൾ നമുക്ക് ചില മനുഷ്യരോട് വലിയ താല്പര്യം തോന്നില്ല. പാസ്റ്റർമാരായ നമ്മളോടൊക്കെ ജനങ്ങൾ ചിരിക്കുമെങ്കിലും എല്ലാവരോടും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെങ്കിൽ നമ്മൾ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ പറയുന്നത് യേശുവിനെക്കുറിച്ചാണെങ്കിൽ ആ വല്ലാതെ നമ്മളോട് ഇഷ്ടമില്ലാത്ത ഒരാളിൻ്റെ ഉള്ളിലും നമ്മൾ പകർത്തുന്നത് യേശുവിനെ ആണെങ്കിൽ അറിയാത്തൊരു വിടുതൽ അവർ ഏറ്റെടുക്കും. അപ്പം ഞാൻ തിരിച്ചറിയുക, എൻ്റെ വില ഞാൻ യേശുവിനെക്കുറിച്ച് പറയുന്നതുകൊണ്ടാണ്. എൻ്റെ നിങ്ങളുടെയും മൂല്യം നമ്മൾ യേശുവിനെ ഉയർത്തുന്നതാണ്. ജീവിതത്തിന് ബാക്കിയൊക്കെ അപ്രസക്തമാണ്. ജീവിതത്തിൻ്റെ വാല്യൂ, മൂല്യങ്ങൾ നസ്രയനായ യേശുവിനെക്കുറിച്ച് പാടുന്നതാണ്, പറയുന്നതാണ്. ബാക്കിയൊക്കെ നശിക്കും. നശിക്കാത്തതൊന്നുള്ളൂ യേശുവിനെക്കുറിച്ചുള്ള ചിന്തകൾ, പാട്ടുകൾ, ആശയങ്ങൾ, കാഴ്ചകൾ. ഇതിന് നാശമില്ല, ഇതിനൊടുക്കമില്ല. അതുകൊണ്ട് നമുക്ക് അത്തരമൊരു പശ്ചാത്തലത്തിൽ നിന്ന് ഈ വചനത്തെ ഒന്ന് ഗ്രഹിക്കണം. സന്തോഷമല്ലേ? അവിടെയൊക്കെ കേൾക്കാമല്ലോ. കേൾക്കാം. അവിടെ കേൾക്കത്തില്ലെങ്കിൽ ഇവിടെ വന്നിരിക്കാൻ പറയാനാ. എൻ്റെ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് കൈപൊക്കിയത്. നമുക്ക് ആരാധനാക്രമം ഒന്നും ഇല്ലെങ്കിലും ഒരു അലിഖിത ആരാധനാക്രമമുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ആരും ചെയ്യുന്നില്ലേ. ഇങ്ങനെ യോഗവും പാട്ടും ഒക്കെ എൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഒരാൾ വന്നിട്ട് പറയും, ധാരാളം പേര് പിന്നിൽ വന്ന് നിൽക്കുന്നു, നിങ്ങൾ ഈ ഇരിക്കുന്നവരെല്ലാം ഇങ്ങോട്ട് കയറിയിരിക്കണം. ആ പുറകെ നിൽക്കുന്നവനിങ്ങനെ വന്നിരുന്നാൽ പോരെ. പാവങ്ങളായ നിങ്ങൾ ചെയ്ത ഒരേ ഒരു തെറ്റ് നേരത്തെ വന്നു എന്നുള്ളൊരു കുറ്റമാണ്. നേരത്തെ വന്ന ആളുടെ റൈറ്റാ കംഫർട്ടബിളായൊരു സീറ്റിലിരുന്ന് വചനം കേൾക്കുക. അവനെ തന്നെ പോക്കും, കൊണ്ടുവിടിരുത്തും. അവസാനം ഓടിക്കിടത്തി വന്നവന് വേണ്ടി നമ്മൾ ആ സ്ഥലം വിട്ടുകൊടുക്കണം. ഇനി അങ്ങനെയുള്ളൊരു നേരത്തെ ആദ്യം കയറി അങ്ങ് ഇരുന്നാൽ മതി, കുഴപ്പമില്ല, പോട്ടെ. അപ്പം നമുക്ക് ഈ വചനത്തിലൂടെ ഒന്ന് വരണം. ശ്രദ്ധിച്ചാട്ടെ. ഡിസോർഡറായ ഒരു സമൂഹമെന്ന് ലോകം ധരിച്ച അപ്പോസ്തോലിക ഗണത്തിൻ്റെ നടുവിൽ യേശു അവസാന ക്ലാസ്സുകളോട് എടുത്തപ്പോൾ പറഞ്ഞു, അപ്പം ഞാനങ്ങോട്ട് പോവാ, കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുമെന്നൊക്കെ പറഞ്ഞ കർത്താവ് അല്പം കട്ടി കൂടിയൊരു പ്രസംഗം. ദൈവത്തിൻ്റെ ക്രിസ്തു മരിച്ചടക്കപ്പെടണം, മരിച്ചടക്കപ്പെട്ടിട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കണം, ക്രിസ്തു കഷ്ടമനുഭവിക്കണം. അതുവരെ ക്രിസ്തുവിനെ കുറിച്ച് കഷ്ടമനുഭവിക്കുക എന്ന പൂർവിക വചനമുണ്ടെങ്കിലും അതിനൊന്നും ഗൗരവം കൊടുക്കാതെ ക്രിസ്തുവിൻ്റെ രാജ്യത്വം മാത്രം, അവൻ രാജാവായിരുന്നു കൊണ്ട് റോമക്കാരെ തുരത്തി ഓടിച്ചിട്ട് റോമൻ സർവാധിപത്യത്തിൻ്റെ കീഴിൽ നിന്ന് യഹൂദ രാഷ്ട്രത്തെ മോചിപ്പിച്ച് അതിൻ്റെ രാജാവായിരിക്കുമെന്ന് വചനം വികലമായി തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിച്ച ജൂതചിന്തകളുടെ പരിണാമ ശ്രേണിയിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ആ നിലയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജൂതന്മാർ. അവർക്കിടയിൽ നിന്ന് ക്രിസ്തു ശിഷ്യന്മാരും ഇങ്ങനെയൊക്കെ ധരിച്ചു. പക്ഷെ അവർ മനസ്സിലാക്കാത്തൊരു കാര്യം കർത്താവ് പറഞ്ഞു, ദൈവത്തിൻ്റെ ക്രിസ്തു കഷ്ടമനുഭവിക്കണം. അവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വചനമായിരുന്നു, കഷ്ടമനുഭവിക്കണം. ഇത് കേട്ട് പത്രോസ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഇന്നത്തെ പ്രസംഗം കേട്ടു, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഇങ്ങോട്ട് വാ.
കർത്താവിനെ നിർബന്ധിച്ച് പുറത്തോട്ട് വിളിച്ചോണ്ട് പോയി. മേലാൽ ഇനി എങ്ങനെ പ്രസംഗിക്കരുത്. ഞാൻ എൻ്റെ ഒരു വേർഷനിൽ പറഞ്ഞ, നിനക്കങ്ങനെ ഭവിക്കരുത്, ഞാൻ സമ്മതിക്കില്ല, നിനക്കങ്ങനെ പറ്റരുത്, നീ ആ പറഞ്ഞത് ശരിയല്ല. കാരണം നീ കഷ്ടം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആളുകൾ ചിതറിപ്പോവും. ഉള്ളവരെയൊക്കെ നമ്മൾ ഒരു വിധത്തിൽ പറഞ്ഞു നിർത്തിരിക്കുക, അത്ഭുതം അടയാളമൊക്കെ ഉള്ളത് കൊണ്ട് നിൽക്കുക. നീ അങ്ങനെ പോകരുത്. അപ്പം അന്ന് അത്ഭുതമുണ്ട്, അടയാളമുണ്ട്, വീര്യപ്രവൃത്തിയുണ്ട്. ആ കൂടെ ഇതൊക്കെ ചെയ്യുന്ന നീ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് സ്തംഭിക്കും, പ്രവർത്തനം മുമ്പോട്ട് പോവില്ല. കർത്താവ് ഒന്നുകൂടി പറഞ്ഞു, നമ്മളത് എത്ര ഗൗരവത്തിലെടുത്തുന്ന, ഞാൻ പോകാഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനം ഇല്ല. ഞാൻ പോയി കഴിഞ്ഞ് ഒരു കാര്യസ്ഥൻ വരും. ആ ക്ലാസ് ചിന്തിച്ച പോലൊന്നും അല്ല. ഇന്ന് ഡിസോർഡർ എന്ന് തോന്നുന്ന, ഒരു ലിഖിത നിയമം കയ്യിലില്ലെന്ന് തോന്നുന്ന, റോമക്കാരൻ്റെ കോടതിയുടെ അച്ചടിച്ച അച്ചടക്ക ബോധമില്ലാത്ത, അതൊന്നും കണ്ട് അതേ വിധത്തിൽ ഇല്ല എന്ന് കരുതിയ നിങ്ങൾക്ക് അതിലും വലിയൊരു ക്രമം, അതിലും വലിയൊരു സിസ്റ്റം, അതിലും വലിയൊരു വ്യവസ്ഥ പ്രദാനം ചെയ്തുകൊണ്ട് ആർക്കും തകർക്കാനാവാത്ത അജയ്യമായൊരു സ്ഥാപനമായി നിങ്ങളെ രൂപപ്പെടുത്തുവാൻ വേണ്ടി മറ്റൊരു കാര്യസ്ഥൻ പുറപ്പെട്ടിട്ടുണ്ട്. അവനിഞ്ഞ് വരും. അപ്പോൾ ഈ കാര്യസ്ഥൻ്റെ കാലത്താണ് നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കർത്താവ് മരിച്ചു അടക്കപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് അങ്ങ് പണ്ട് ആ പാലസ്തീനിൽ ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ദുഃഖം വേണ്ട. നമുക്കൊരു മാസ്റ്റർ ടീച്ചർ ഇപ്പോൾ ഉണ്ട്, ഒരു കാര്യസ്ഥൻ. ആ കാര്യസ്ഥൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്താ കാര്യസ്ഥൻ പഠിപ്പിക്കുന്നത്? ഓർഡറായിട്ട് പോകാൻ, ക്രമമനുസരിച്ച് പോകാൻ. ആ ക്രമത്തിലാണ് ക്രൈസ്തവ സഭ പിടിച്ചു നിൽക്കുന്നത്. മാനുഷികമായി രചിച്ച കണക്കുകൂട്ടുകളുടെയോ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് കാര്യസ്ഥൻ തരുന്ന ഗൈഡ് ലൈൻസ്. കാര്യസ്ഥൻ പറയുക, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും, നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ആ വഴിയിലൂടെ തന്നെ നടന്ന് ജഗത്തിൻ ക്രിസ്തീയ ജീവിതം നയിക്കാൻ വേണ്ടി വേർതിരിയപ്പെട്ട ഒരു ജനതയുടെ ആവിർഭാവം അത് രൂപപ്പെടുത്തിയിട്ട് കർത്താവ് മരിക്കാൻ സന്നദ്ധനായി പോയി, മരണം തിരഞ്ഞെടുത്തു. ഈ രംഗം നമുക്കൊന്ന് കാണണം. പ്രഥമ രാത്രി കൂടിയാണല്ലോ. കാരണം ഇതെടുത്തു പറയാൻ എന്നെ ചിന്തിപ്പിച്ച ഒരു ഘടകമുണ്ട്. നിങ്ങളൊരു കൺവെൻഷൻ എന്തിനാണ് വരുന്നത്? എന്തിനു വരിക? ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് എന്തിനു പോവാം? നമുക്ക് ദൈവസാന്നിധ്യം, ദൈവകൃപകൾ, ഉണർവ്, സുവിശേഷീകരണ ത്വര, ഇതൊക്കെ സൃഷ്ടിക്കപ്പെടാൻ, നമുക്കൊന്ന് ശക്തിപ്പെടാൻ, ഈ യോഗത്തിൽ അത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അസംതൃപ്തരാ. പാട്ടിൽ, പ്രസംഗത്തിൽ ഇത് കിട്ടാതെ നമ്മൾ നാദദീപ അലങ്കാരങ്ങളൊക്കെ ഭംഗിയാക്കി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് പിരിഞ്ഞാൽ ഒരു സന്തോഷവും കിട്ടത്തില്ല. ശരിയല്ലേ? 3 ദിവസം ഉപവാസം ഇരിക്കുന്നു, 7 ദിവസം ഇരിക്കുന്നു. എന്തിനായിരിക്കുക? എനിക്ക് കൃപാവരങ്ങൾ വേണം, എനിക്ക് ഉണർവ് വേണം, എനിക്ക് ശക്തിപ്പെടണം. ഈ കൂടെ അങ്ങേറ്റം നിരാശര് കൂട്ടിച്ചേർക്കുന്ന ഒരു പദമുണ്ട്. പണ്ടൊക്കെ ഒരു പ്രാർത്ഥന എന്ത് സന്തോഷമായിരുന്നു, ഒരു കുടുംബയോഗം എത്ര സന്തോഷമാ. പണ്ടത്തെ കൺവെൻഷൻ എന്ത് ആനന്ദമാ. ഇന്നത് കിട്ടുന്നില്ല. ഞാനും ഇതൊക്കെ പറഞ്ഞ ഇവിടെ വന്നേ, നിങ്ങളും ഇതൊക്കെ ചിന്തിച്ച ഇവിടെ വന്നേ. നിങ്ങൾക്കൊരു തെറ്റുപറ്റി. ഇതൊക്കെ ആര് സൃഷ്ടിക്കുന്നോർത്താ നിങ്ങൾ വന്നേന്ന് അറിയണ്ടേ? ഇന്നത്തെ പ്രസംഗകൻ ഇതൊക്കെ കൊണ്ടാവുന്നതെന്നാണ്. അല്ലെ, നാളെ കെ ജെ മാത്യു സാറാണേ സാറോ, ബഹുമാനപ്പെട്ട സൂപ്രണ്ട്, പ്രസിഡന്റ് ടി എ ശാമുൽ സാമറോ, അടുത്ത ദിവസത്തെ പ്രസംഗകരോ. ഞാൻ വന്നത് നിങ്ങളിൽ നിന്ന് ഇതൊക്കെ കിട്ടുമെന്നോർത്താ. നമ്മുടെ പരാജയം മനസ്സിലായോ? ഇല്ല. പണ്ടൊക്കെ ആണെങ്കിൽ വ്യാഖ്യാനപരമുണ്ട്, പ്രവചനമെല്ലാം കറക്റ്റാണ്. ഇപ്പോൾ ഇതൊന്നും ഇല്ല. അല്ല, നിങ്ങളിത് എവിടുന്നാ പ്രതീക്ഷിച്ചേ? ആര് തരുമെന്നാണ് പ്രതീക്ഷിച്ചേ? എവിടുന്ന് കിട്ടും? ഞാൻ പറഞ്ഞതൊന്നും പ്രിൻസ് സാറിന് ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചാണ് വന്നത്. നോക്കിയപ്പോൾ എന്നെപ്പോലൊക്കെ അദ്ദേഹം സംസാരിക്കുന്നു.
ഞാനൊന്ന് ചാർജ് ആകാൻ പിൻസാറോ അധ്യക്ഷനോ ഒക്കെ പറയുന്ന 2 വാക്ക് കേട്ടിട്ട് വേണമെന്ന് ഓർത്താൽ ഞാൻ വന്നേ. അവർ വന്നത് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം ശക്തിപ്പെടാൻ. ഞാൻ ഇന്നുവരെ എൻ്റെ കുറ്റം കണ്ടെത്തിയില്ല. എനിക്ക് വ്യാഖ്യാനപരം വേണമെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എനിക്ക് പ്രവചനം വേണമെന്ന് എനിക്കിതുവരെ തോന്നിയില്ല. എനിക്ക് രോഗശാന്തി വേണമെന്ന് എനിക്കിതുവരെ തോന്നിയില്ല. നിങ്ങൾക്ക് വേണം, മറ്റൊരാൾക്ക് വേണം, പ്രസ്വിറ്റർക്ക് വേണം, പാസ്റ്റർക്ക് വേണം. ഇത് തേടി 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 നടക്കുമ്പോഴൊക്കെ കർത്താവ് നമ്മളെ ഓർത്ത് ദുഃഖിക്കുക. ആട്ടെ, ഇന്ന് രാത്രി എനിക്കും എൻ്റെ കർത്താവിൻ്റെ മകളായി മകനായി അവിടുത്തെ അളവോളം ഇതൊക്കെ വേണം. ആ തന്നോട് യാചിക്കുന്നവർക്ക് സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. അടുത്തൊരു കാര്യം, ഒരു പ്രസംഗകനിൽ ഇത് കിട്ടുന്നില്ല, പാട്ടുകാരിൽ കിട്ടുന്നില്ല, പ്രസ്ബിറ്ററിൽ കിട്ടുന്നില്ല എന്ന് ധരിക്കുമ്പോൾ എന്നിൽ എന്തുകൊണ്ട് കിട്ടുന്നില്ല? എനിക്കതിൻ്റെ കാരണം അറിയാം, നിങ്ങൾക്കും അതിൻ്റെ കാരണം അറിയാം. എന്തുകൊണ്ട്? ദൈവവുമായുള്ള എൻ്റെ ബന്ധത്തിന് എവിടെയോ ഒരു യാന്ത്രികത സംഭവിച്ചിരിക്കുന്നു. ഒരു യാന്ത്രികത. അത് തിരുത്താതെ ഉണർവ് സംഭവിക്കില്ല, ഉറപ്പാ. അതൊന്ന് തിരുത്തിയാൽ നിങ്ങളും ഞാനും ഒരേ സമയത്ത് ആത്മനിറവിൻ്റെ ഈ വൈദ്യുത പ്രവാഹം ഇരമ്പിക്കയറും. ആർക്കും അവഗണിക്കാനാവാത്ത വിധത്തിൽ, വിവരിക്കാനാവാത്ത ആത്മനിറവിൻ്റെ ആ വഴിത്താറയിലൂടെ നമ്മൾ സഞ്ചരിക്കും. ആദ്യത്തെ കണ്ണി സൂക്ഷ്മമായ അളവിൽ തന്നെ അത് റിപ്പയർ ചെയ്തെടുക്കുക. ആദ്യമായി തന്നെ ആ ഉണർവിന് വ്യാപരിക്കാൻ കഴിയത്തക്ക വിധം നമ്മൾ സജ്ജരാക്കുക. അതിനൊരു കാര്യമുണ്ട്, ത്യജിക്കണം സ്വയം. ഹല്ലേലൂയ. മനസ്സിലായില്ല? എന്നോട് പറയാം. പ്രസംഗൻ വരുമ്പോൾ, പാട്ടുകാർ വരുമ്പോൾ, പാസ്റ്റർ സ്ഥലം മാറി വരുമ്പോൾ, അല്ലെ നിങ്ങൾ വരുമ്പോൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചാണ് വരുന്നത്. മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോ, രോഗം മാറാൻ വേണ്ടിയോ, പാട്ട് പാടിക്കഴിഞ്ഞല്ലേ പ്രസംഗിച്ചു കഴിഞ്ഞ് ഒരു കോൾ ഷീറ്റിന് വേണ്ടിയോ, ഇങ്ങനെ 100 പ്രതീക്ഷകൾ നമുക്കുണ്ട്. പക്ഷെ അപ്പോസ്തലന്മാർക്ക് ഇങ്ങനെ ഒരു പ്രതീക്ഷയില്ല. പ്രസംഗിച്ച് കഴിയുമ്പോൾ എനിക്കൊരു കനപ്പെട്ട വണ്ടിക്കൂലി, കഴിഞ്ഞ യോഗത്തിൽ കിട്ടിയ ആ ടിയേക്കാൾ കൂടുതൽ കിട്ടുന്നുണ്ടോ? ഞാൻ പാടും, അതിന് കഷ്ടപ്പാടുള്ളതാ. കീബോർഡ് വായിക്കും, അതിന് കഷ്ടപ്പാടുള്ളതാ. ഞാൻ സെലിബ്രിറ്റി ആയിപ്പോയി, അതുകൊണ്ട് എനിക്ക് കിട്ടേണ്ട ചില പരിഗണന ഉണ്ട്. ഞാൻ പ്രസ്ബിറ്റർ ആയിപ്പോയി, ഞാൻ പാസ്റ്റർ ആയിപ്പോയി, അതുകൊണ്ട് നിങ്ങൾ എന്നെ കരുതേണ്ട ഒരു രീതിയുണ്ട്. ഞാനിതൊക്കെ പ്രതീക്ഷിക്കുന്ന ഇടത്ത് ഉണർവിന് എന്നെ തൊടാൻ കഴിയില്ല, പരിശുദ്ധാത്മാവിന് എന്നെ തൊടാൻ കഴിയില്ല, ഉപയോഗിക്കാൻ കഴിയില്ല. നമുക്കിതൊക്കെ ഒന്ന് തിരുത്താം. സന്തോഷമാണോ? നമുക്കൊന്ന് തിരുത്തിയാട്ടെ. തിരുത്തിയാൽ ഉണർവിലേക്ക് അധിക ദൂരമില്ലെന്നറിഞ്ഞുകൊള്ളണം. നാം കാത്തിരിക്കുന്ന ആ ദൈവപ്രവൃത്തിയിലേക്ക് അധിക ദൂരമില്ല. നമ്മുടെ സകല ഭൗതിക ചിന്തകളും ഒന്ന് തമസ്കരിച്ചിട്ട് അവനെ മാത്രം കാണാം, ആ ക്രിസ്തുവിനെ മാത്രം കാണാം. ഞാൻ അതിലേക്ക് വരുന്നേ. പ്രിയരേ, കർത്താവ് വിചാരണ ചെയ്യപ്പെടുമ്പോൾ ഇവിടെ മുതൽ ഉണർവിൻ്റെ, ഞാൻ പറയും ഇവിടുന്ന് ആ ശരിയായ ഉണർവ് രൂപപ്പെടേണ്ട ഗെത്സമനയിലെ പ്രാർത്ഥന മുതലെടുക്കണം. ഈ ഗെത്സമന എന്ന് പറയുന്ന ഭൂപ്രദേശം നമ്മുടെ മാർക്കോസിൻ്റെ തന്നെയാണെന്ന, മാർക്കോസിൻ്റെ പിതാവിൻ്റെതാണെന്ന. സമ്പന്നരാണ് അവരെന്ന്. കാരണം 120 പേരൊക്കെ ഒന്നിച്ചു കൂടുന്നൊരു വീട്. നിങ്ങളങ്ങോട്ട് ചെല്ലുമ്പോൾ ഭക്ഷണമൊക്കെ റെഡിയാണെന്ന് പറയത്തക്ക വിധം ഫുഡ് കൊടുക്കാൻ ശേഷിയുള്ള ആത്മാർത്ഥതയുള്ളൊരു വീട് അവരെ തന്നെയാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന, അധികം ദൂരത്തല്ലാത്ത കിദ്രോൻ തോടിൻ്റെ മറുകരയിൽ കിടക്കുന്ന ഗെത്സമന. ഈ ഗെത്സമന എന്ന പദത്തിൻ്റെ അർത്ഥം മുന്തിരിച്ചക്ക് ഇട്ടിരിക്കുന്ന സ്ഥലം, മുന്തിരി പിഴിഞ്ഞെടുക്കുന്ന സ്ഥലം. അപ്പുറത്ത് ചക്കുണ്ട്, മുന്തിരി നീരെടുക്കുന്നുണ്ട്, വൈനാക്കി ഉപയോഗിക്കുന്നുണ്ട്. സാക്ഷാൽ ഫലപ്രദമായി മുന്തിരി അപ്പുറത്തിരുന്ന് നമുക്ക് വേണ്ടി നീരുൽപ്പാദിപ്പിക്കാൻ പോവുക. അവൻ കരഞ്ഞ് തന്നെ പിതാവിനെ ഏൽപ്പിക്കുക.
കരഞ്ഞ രംഗം നോക്കിയിട്ട് അപ്പോസ്തലന്മാർ തന്നെ ദൃക്സാക്ഷികളായിക്കൊണ്ട് പറയുക, അവൻ്റെ മുഖത്ത് ഒരു ഭയം തട്ടുന്നുണ്ട്. അവൻ പ്രാണഭയത്തിലായി. നമ്മയെല്ലാം ഉറപ്പിച്ചവൻ, ലാസറിനെ ഉയർപ്പിച്ചവൻ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തവൻ പ്രാണഭയത്തിലാകുന്നുവോ? എന്താ ഇത്? വാക്കുകൾ പുറത്തു വരാതെ മുറിഞ്ഞു മുറിഞ്ഞു പോകുന്ന വാക്കുകൾ കൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയ്ക്കകത്ത് അർത്ഥവത്തായ ചില ആശയങ്ങൾ പുറത്തു വരുന്നു. പക്ഷെ ശിഷ്യന്മാർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് കണ്ട ആളുകൾ യേശുവിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്, ദൈവം കരഞ്ഞോ? ഇങ്ങനെ കരഞ്ഞ ആൾ ദൈവമാകുമോ? പാനപാത്രം നീക്കാൻ പറഞ്ഞ ദൈവമാകുമോ? ക്രൂശിൽ കിടന്ന് കരഞ്ഞാൽ ദൈവമാകുമോ? പക്ഷെ ദൈവമാകുമെന്നില്ല എന്നറിയിക്കാൻ അധികം ദൂരം പോകാത്ത മറ്റൊരു കാഴ്ച ഞാൻ കാട്ടിത്തരാം. പ്രാർത്ഥന കഴിഞ്ഞു, നേരെ ഇരുട്ടാ. ഒരു വല്ലാത്ത ബഹളം കെട്ട് കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഗെത്സമേന വളഞ്ഞുകൊണ്ട് പന്തം കയ്യിലെന്തിയ, കുന്തം കയ്യിലെന്തിയ ആയുധധാരികൾ. ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, അവർ രക്ഷിക്കപ്പെടട്ടെ, കർത്താവിനെ അറിയട്ടെ. ഏറ്റവും ഫലപ്രദമായിട്ട് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ആത്മനിറവിൻ്റെ കൃപ കൂടി ദൈവർക്ക് കൊടുക്കണം യോഗം കഴിയുമ്പോൾ. ഹല്ലേലൂയ. ഒരു ഭംഗിയായിട്ട് അത് ചെയ്യുന്നത്. ആ ശ്രദ്ധിച്ചാട്ട്. അപ്പോൾ ഈ ഗെത്സമന വളഞ്ഞ ആളുകൾ നിൽക്കുക.